വാർത്തകൾ വിശദമായി. തെരുവുനായ ആക്രമണം ഉൾപ്പെടെയുള്ള അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കായംകുളം നഗരസഭാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് നഗരസഭാ ചെയർമാനോട് രേഖാമൂലം ആവശ്യപ്പെട്ടെന്ന് നഗരസഭാ LDF പാർലമെന്ററി പാർട്ടി. വരുന്ന 17-ന് കൗൺസിൽ യോഗം വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി വരുന്ന 17-ന് നഗരസഭാ കൗൺസിൽ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി നഗരസഭാ ചെയർമാനോട് ആവശ്യപ്പെട്ടതായി LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് അറിയിച്ചു. തെരുവ് നായകളുടെ വിഷയം അവിടെ 3-ാം വാർഡിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം 8 പേരെയാണ് തെരുവ് പട്ടി ആക്രമിച്ചത്. അതിന് പിന്നീട് പേര് സ്ഥിരീകരിച്ച് ആ പട്ടി ചാകുകയുമുണ്ടായി. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ കൗൺസിലിൻ്റെ അജണ്ടയിലേക്ക് വരികയോ അതൊന്നും ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഭരണ നേതൃത്വം ഇതിനെല്ലാം കാണുന്നത്. ഇപ്പം LDFൻ്റെ 15 കൗൺസിലർമാർ രേഖാമൂലം ചട്ടം 7 പ്രകാരം കൗൺസിൽ വിളിച്ച് തെരുവ് നായയുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 17-ാം തീയതി 11 മണിക്ക് കൗൺസിൽ യോഗം വിളിക്കണമെന്നാണ് LDFൻ്റെ 15 കൗൺസിലർമാർ ഒപ്പിട്ട് ചെയർമാന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം ഈ നഗരസഭാ കൗൺസിൽ അട്ടിമറിച്ചിരിക്കുകയാണ്. ഒട്ടേറെ തോടുകൾ, അത് മലയന്തോടക്കം, പടിഞ്ഞാറ് മുണ്ടകത്തിൽ തോട്, കരിപ്പുഴത്തോടക്കമുള്ള മാലിന്യവാഹിനികളായ തോടുകൾ, അതുപോലെ തന്നെ പട്ടണത്തിലെ പ്രധാന ഓടകൾ, ഇതെല്ലാം ശുചീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ഈ ഭരണ നേതൃത്വം ഉറങ്ങുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ നടപ്പാക്കിയത്. എല്ലാ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബയോബിൻ നൽകി, അതുപോലെ തന്നെ ഹരിതകർമ്മസേനകളുടെ നിലപാടുകളും എല്ലാം നോക്കിയാൽ വളരെ സത്വരമായ നടപടികളാണ് ആ മേഖലയിൽ കൈക്കൊണ്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. കേരളത്തിലെ തന്നെ ആധുനികമായ രീതിയിലുള്ള പ്ലാന്റാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഇതിനെ എതിർക്കാനുള്ള ശ്രമം അത് നല്ലതല്ല, അതൊരു ഭരണസമിതിക്ക് നല്ലതല്ല. ഇതെല്ലാം ഒരു തുടർ പ്രക്രിയയാണ്. നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, തെരുവുനായ ആക്രമണം, യുവതി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം തുടങ്ങിയവ അടക്കം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ നഗരസഭാ നേതൃത്വം ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നില്ല എന്ന് LDF കൗൺസിലർമാർ പറഞ്ഞു. സ്കൂൾ തുറന്ന കാലത്ത് തെരുവുനായ ആക്രമണം നഗരത്തിന്റെ പല ഭാഗത്തും ഉണ്ടാക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുവാൻ ഭരണ നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് LDFലെ 15 കൗൺസിലർമാർ 1995 കേരള മുനിസിപ്പൽ കൗൺസിൽ യോഗ നടപടിക്രമം ചട്ടം 7 പ്രകാരം കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും S. കേശുനാഥ് പറഞ്ഞു. S. കേശുനാഥിനെ കൂടാതെ കൗൺസിലർമാരായ മിനി സലീം, എ. നസീർ, ഷാമല അനിമോൻ, ഷഹബാനത്ത് കുഞ്ഞുമോൻ, അനീസ നൌഷാദ് തുടങ്ങിയവരും ഇത് സംബന്ധിച്ച് വിശദീകരിച്ചു. CDNet ന്യൂസ്, കായംകുളം.